പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദി മാജിക് മിറർ എന്നുള്ള പാഠമാണ് ഡിസ്കസ് ചെയ്തത്. ഈ മാജിക് മിററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, ആരൊക്കെയായിരുന്നു? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അമ്മു ആൻഡ് അരുൺ. ആഫ്റ്റർ എ ഹെവി റെയിൻ ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ ഹാവിങ് നത്തിങ് ടു ഡു അല്ലേ, ഒന്നും ചെയ്യാനില്ലാതെ അവരെന്ത് ചെയ്തു? ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദി ആറ്റിക് ഓഫ് ദിയർ ഹൗസ്. അവരുടെ വീടിൻ്റെ തട്ടിൻപുറം അവർ എക്സ്പ്ലോർ ചെയ്യുകയാണ്, സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ദെൻ വാട്ട് ഹാപ്പൻഡ്? അതിനുശേഷം അങ്ങനെ അവർ ഒരു മാജിക് മിറർ അവിടെ കാണുകയാണ് അല്ലേ. ഇറ്റ് വാസ് വെരി ഷൈനി ആൻഡ് ക്ലിയർ. സോ ദാറ്റ് വാസ് സോ എക്സൈറ്റിംഗ് അല്ലേ, അത് അവരെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദി മിറർ. അവരെന്ത് ചെയ്തു? 1 2 3 എന്ന് പറഞ്ഞിട്ട് മിററിലേക്ക് സ്റ്റെപ്പ് ചെയ്തു അല്ലേ. ഇനി അങ്ങനെ അവരെന്ത് ചെയ്തു? സഡൻലി അങ്ങനെ ആ മിററിലേക്ക് കാലെടുത്ത് വെച്ചതോടുകൂടി അവരെന്ത് ചെയ്തു? ഫോറസ്റ്റിൽ എത്തിച്ചേർന്നു അല്ലേ. ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. അതെന്തായിരുന്നു? കുറച്ച് ഇരുട്ടുള്ള ഒരു ഫോറസ്റ്റിലെത്തി അല്ലേ. അവിടെ എന്തായിരുന്നു? സൂര്യപ്രകാശത്തിനെ മറച്ച മരങ്ങളുടെ ഇലകളൊക്കെ എന്ത് ചെയ്തു? സൂര്യപ്രകാശത്തെ മറച്ചു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തന്നിരുന്നു, ആൻഡ് വെച്ചിട്ട്. അതിൻ്റെ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഞാൻ പിന്നീട് ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. ഇനി തെറ്റുള്ളവരെന്ത് ചെയ്യാം? ആ വീഡിയോ നോക്കുക, അതിലെന്തുണ്ട് അറിയാം. അതിൽ ശരിയായിട്ട് എല്ലാ കാര്യങ്ങളും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ അത് എഴുതിയെടുക്കുക കേട്ടോ. എല്ലാവരും എഴുതണം. നോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ആരും അയച്ചു തരണ്ട. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അങ്ങനെ അവരൊരു ഫോറസ്റ്റിലെത്തിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. അങ്ങനെ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻ എന്ന് അരുൺ പറഞ്ഞു അല്ലേ. സെഡ് അരുൺ. അതായത് പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്ന കഥയിലെ പോലെ വളരെ മായാജാലം നിറഞ്ഞ അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇത് എന്ന് അരുൺ പറയണം. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. ഇത് വളരെ ആവേശഭരിതമുള്ള, ആശ്ചര്യമുളവാക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫ് ഇടാം. ദേ ഫൗണ്ട് ദെയർ വേ ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ് ഇൻ ടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. The fields were lit by the evening sun. Standing in the field was a white horse with silver wings. "Wow, it is Pegasus, the winged horse," exclaimed Ammu. They walked towards it, and Pegasus raised its head. "Who are you?" asked Pegasus. Arun answered shyly. "I am Arun, and this is Ammu." Pegasus looked at them curiously. "Where did you come from?" Pegasus asked. "We came through a magic mirror," said Ammu. "Well, that would have been exciting," said Pegasus. "It will soon be dark. I had better go home," said Pegasus. "Can we come too?" asked the children. "Of course. Climb onto my back," Pegasus said. They scrambled onto Pegasus' back. They soared through the air and finally landed on soft, warm grass under a big tree. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മീനിങ്സാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. മീനിങ്സും ഇതിൻ്റെ വാക്കുകളുടെ വിശദീകരണമൊക്കെയാണ് ഞാൻ തരാൻ പോകുന്നത്. നോക്കാം. They found their way out of the forest into fields of blue and red flowers. അങ്ങനെ they found അല്ലെ, അവർ കണ്ടെത്തി. their way, അവരുടെ വഴി. എങ്ങനെയാണ് അവർ കണ്ടെത്തിയത്? ഔട്ട് ഓഫ് ദി ഫോറസ്റ്റിൻ്റെ പുറത്തേക്കാണ് കണ്ടെത്തിയത് അല്ലേ. അവർ അതായത് ഫോറസ്റ്റിന് പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഇൻടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. നീല നിറത്തിലും ചുവപ്പ് നിറത്തിലുമുള്ള പൂക്കളാൽ നിറക്കപ്പെട്ട ഒരു വയലിലേക്ക്, ഒരു പാടത്തേക്ക്, ഒരു കൃഷിസ്ഥലത്തേക്ക്. ഇൻടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. അവർ ആ ഫോറസ്റ്റിൽ നിന്നും സഞ്ചരിക്കുകയാണ്. അവർ ആ വനത്തിൽ നിന്നും നീലയും ചുവപ്പും നിറങ്ങളുള്ള പൂക്കളുള്ള ഒരു വയലിലേക്ക് സഞ്ചരിച്ചു. ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ആ വയലിൽ അവർ കാണുന്ന മനോഹരമായ കാഴ്ച എന്താണ്? പൂമ്പാറ്റകൾ അല്ലേ. അവർ ഫ്ലിറ്റിംഗ്, അത് പറന്ന് കളിക്കുകയാണ്, പറന്ന് കളിക്കുന്നു. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ അല്ലേ, പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പൂമ്പാറ്റകൾ പറന്ന് കളിക്കുന്നുണ്ട്.
ഇനി എന്താ പറയുന്നത്, ദി ഫീൽഡ്സ് വേർ ലൈറ്റ് ബൈ ദി ഈവനിങ് സൺ. വൈകുന്നേരത്തെ സൂര്യൻ്റെ വെയിലിനാൽ എന്ത് ചെയ്യുന്നുണ്ട്, വയലിൽ നിറയെ വെളിച്ചമാണ് അല്ലേ. വേർ ലൈറ്റ് ബൈ ദി ഈവനിങ് സൺ. അപ്പോൾ നല്ല തെളിഞ്ഞ വയലാണ് അവിടെ ഉള്ളത്. കാരണം എന്താണ്, ഈവനിങ് സണ്ണിൻ്റെ പ്രകാശമുണ്ട് അവിടെ. സ്റ്റാൻഡിങ് ഇൻ ദി ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. സ്റ്റാൻഡിങ് ഇൻ ദി ഫീൽഡ് അല്ലേ, ആ വയലിൽ എന്താ നിൽക്കുന്നത്, വാസ് എ വൈറ്റ് ഹോഴ്സ്, ഒരു വെള്ള കുതിരയുണ്ട്, വിത്ത് സിൽവർ വിങ്സ്. കുതിരൻ്റെ പ്രത്യേകത എന്താ, വൈറ്റ് ഹോഴ്സ് മാത്രമല്ല, വിത്ത് സിൽവർ വിങ്സ്, വെള്ളിച്ചിറകുകളുള്ള കുതിരയാണ്, വെള്ളിച്ചിറകുകളുള്ള കുതിരയാണ് അല്ലേ. ഇനി ആ കുതിരയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വൗ, ഇറ്റ് ഈസ് പിഗാസസ് ദി വിങ്ഡ് ഹോഴ്സ് എക്സ്ക്ലെയിംഡ് അമ്മു. അപ്പോൾ അമ്മു ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയാണ്, വോ ഇറ്റ് ഈസ് പിഗാസസ്, ഇത് പിഗാസസ് ആണ് അല്ലേ, ദി വിങ്ഡ് ഹോഴ്സ്. അതായത് ഗ്രീക്ക് മിത്തോളജിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക മൃഗമാണ് പിഗാസസ്. പിഗാസസിൻ്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പിഗാസസ്. അപ്പോൾ പിഗാസസ് എന്താണ്, പിഗാസസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പിഗാസസിന് ചിറകുകളുള്ള കുതിരയാണ്. അത് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമാണ്. ഇനി നോക്കൂ, ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് പിഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്. ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ് അല്ലേ, ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ്. അങ്ങനെ അവർ ആ പിഗാസസിന് നേരെ നടന്നു. ആൻഡ് പിഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്. പിഗാസസ് അപ്പം എന്ത് ചെയ്തു, അവരെ കണ്ടപ്പോൾ തല ഉയർത്തി. റൈസ്ഡ് അല്ലേ, റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് കേട്ടോ. ഇറ്റ് ഇസ് ഹെഡ്, അതിൻ്റെ തല ഉയർത്തി. ഹു ആർ യു, പിഗാസസ് അവരോട് ചോദിക്കുകയാണ്, ഹു ആർ യു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ആസ്ക്ഡ് പിഗാസസ്. പിഗാസസ് ഈ പേര് ഇപ്പോൾ വളരെ പ്രശസ്തമാണ് അല്ലേ, പിഗാസസ് എന്നുള്ള പേര്. ഇതിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരൊക്കെയാണ് കേട്ടോ. ഒരു രഹസ്യം ചോർത്തുന്ന ഒരു ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഇപ്പോൾ പിഗാസസ് അല്ലേ. ഇത് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമാണ്. ഇനി അരുൺ ആൻസർഡ് ഷൈലി. അരുൺ വളരെ നാണത്തോടെ മറുപടി പറയാണ്, എന്ത്, ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു. ഞാൻ അരുണാണ്, ഇത് അമ്മു ആണ് അല്ലേ. പിഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. പിഗാസസ് അവരെ കൗതുകത്തോടെ നോക്കി അല്ലേ. പിഗാസസ് ലുക്ക്ഡ്, പിഗാസസ് നോക്കി, അറ്റ് ദം അവരെ എന്ത് ചെയ്തു, ക്യൂരിയസ്ലി അല്ലേ, കൗതുകത്തോടെ അവരെ ഒന്ന് നോക്കി. വേർ ഡിഡ് യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. പിഗാസസ് ആസ്ക്ഡ്. പിഗാസസ് അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. വി കെയിം ത്രൂ എ മാജിക് മിറർ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്, ഒരു മാജിക് മിററിലൂടെയാണ്, ഞങ്ങളുടെ വീടിൻ്റെ തട്ടിൻപുറത്തുണ്ടായിരുന്ന ഒരു മാജിക് മിററിലൂടെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. സെറ്റ് അമ്മു. അമ്മു ആണെന്ന് പറഞ്ഞത് കേട്ടോ. വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ്. ഓ, അത് വളരെ അത്ഭുതമായിരിക്കുന്നുവല്ലോ, വളരെ ആശ്ചര്യകരമായിരിക്കുന്നുവല്ലോ. സെറ്റ് പിഗാസ്. പിഗാസ് പറഞ്ഞു. അങ്ങനെ എന്താണ് പിഗാസസ് പറയണ, ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്. ഇവിടെ ഇപ്പോൾ ഇരുട്ട് പരക്കും, കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാവും. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം. എനിക്ക് വീട്ടിലേക്ക് പോകണം. സെറ്റ് പിഗാസസ്. പിഗാസസ് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഇരുട്ടാവും, അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് വീട്ടിലേക്ക് പോകണം അല്ലേ. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണമെന്നാണ് ഇപ്പം നല്ലത് എന്ന് പിഗാസസ് പറഞ്ഞു. ക്യാൻ വി കം ടു, ഞങ്ങളും കൂടി വരട്ടെ. ആസ്ക് ദി ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, എന്ത്, ഞങ്ങളും കൂടി പിഗാസസിൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിഗാസസ് പറഞ്ഞു, എന്ത്, ഓഫ് കോഴ്സ്, തീർച്ചയായും എന്നാണ്. ഓഫ് കോഴ്സ് കേട്ടോ. ഓഫ് കോഴ്സ് എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്, തീർച്ചയായും. ഓഫ് കോഴ്സ്, തീർച്ചയായും. ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക്. ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക്, എൻ്റെ പിറകിലോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. പിഗാസസ് സെറ്റ്. പിഗാസസ് പറയാണ്, എൻ്റെ പിറകിലേക്ക് കയറിക്കോളൂ. ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പിഗാസസ് ബാക്ക്. അങ്ങനെ അവർ പിഗാസസിൻ്റെ പിറകിലേക്ക് എന്ത് ചെയ്തു, അവർ സ്ക്രാമ്പിൾഡ് ചെയ്തു അല്ലേ. സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലിഞ്ഞ് കയറി. ദേ സ്ക്രാമ്പിൾഡ് ഓൺ പിഗാസസ് ബാക്ക്. പിഗാസസിൻ്റെ ബാക്കിലേക്ക് അവരെന്ത് ചെയ്തു, വലിഞ്ഞ് കയറി. ഇനി എന്താണ്, ദേ സോഡ് ത്രൂ ദി എയർ. അവരെന്ത് ചെയ്തു, വായുവിലൂടെ പറന്നു അല്ലേ. സോഡ് ത്രൂ ദി എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അവർ സോഡ് എന്ന് പറഞ്ഞാൽ പറന്നുയർന്നു. സോഡ് എന്ന് പറഞ്ഞാൽ പറന്നുയർന്നു എന്നാണ് കേട്ടോ. ദേ സോഡ് ത്രൂ ദി എയർ. അവർ വായുവിലൂടെ പറന്നുയർന്നു. ആൻഡ് ഫൈനലി, അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അവർ ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലുള്ള നല്ല ഇളം ചൂടുള്ള മൃദുലമായ ഒരു പുൽത്തകിടിയിൽ അവർ വന്ന് ഇറങ്ങി. അവർ വായുവിലൂടെ പറന്നുയർന്നിട്ട് എന്താണ്, ഒരു മരത്തിൻ്റെ താഴെ കുറേ പുല്ലുകളുണ്ട്, അവിടെ വന്നിട്ട് അവർ ഇറങ്ങി. ഇനി അടുത്ത ഭാഗം നോക്കാം. ദേ ദെൻ ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ്, എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. A man in a blue robe opened the door and asked them to follow him in. They followed him into a room
where they saw a mirror. It looked exactly like the mirror in their attic. Step into the mirror and you will be home, said Pegasus. The children thanked Pegasus. They stepped into the mirror and found themselves back in the attic. ഇനി നമുക്ക് നോക്കാം. ദേ ദെൻ അങ്ങനെ നമ്മൾ പറഞ്ഞു അവരൊരു വാം ഗ്രാസിൽ അല്ലേ, ഒരു മരത്തിന് ചുവട്ടിൽ ഇളം പുല്ലുകൾക്കിടയിലാണ് ഇരിക്കുന്നത്. ദേ ദെൻ ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ്. അങ്ങനെ അവരൊരു വനത്തിലൂടെ പറന്നു. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു അല്ലേ. ത്രൂ എ ഫോറസ്റ്റ്, ഒരു വനത്തിലൂടെ, ഒരു കാട്ടിനുള്ളിലൂടെ അവർ പറന്നു. എ ഫീൽഡ്, അതുപോലെ ഒരു വയലിൻ്റെ അടുത്ത് കൂടെ. എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ, ഒരു കുന്നിൻ മുകളിലൂടെ. ടു എ കോട്ടേജ്, ഒരു കോട്ടേജിൽ, അതായത് ഒരു കുടിലിൽ അവർ എത്തി. കോട്ടേജ് എന്ന് പറഞ്ഞാൽ കുടിലാണ് കേട്ടോ. എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദി ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ. അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു, ഒരു മനുഷ്യൻ. എ മാൻ ഇൻ എ ബ്ലൂ റോബ്, ഒരു നീല അങ്കിയാണ്, പടയങ്കിയാണ്, അതായത് ഒരു വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ബ്ലൂ റോബ് അല്ലേ, ഒരു നീല വസ്ത്രം ധരിച്ച അയാൾ എന്ത് ചെയ്തു? ഓപ്പൺ ദി ഡോർ, അയാൾ ഡോർ തുറന്നു കൊടുത്തു ആ കോട്ടേജിൻ്റെ. ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ, എന്നിട്ട് അവരോട് അദ്ദേഹത്തെ പിന്തുടരാൻ പറഞ്ഞു, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. They followed him into a room where they saw a mirror. They followed him into a room. അവർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിന്തുടർന്നു. They followed, ഫോളോ ചെയ്യുക അല്ലെ, പിന്തുടരുക. Him into a room where they saw a mirror. ഒരു റൂമിലേക്ക് അദ്ദേഹം അവരെന്ത് ചെയ്തു? അദ്ദേഹത്തെ പിന്തുടർന്നു. Where they saw a mirror. Where എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. Where they saw, അവരവിടെ കണ്ടു. A mirror, എന്താ കണ്ടത്? ഒരു കണ്ണാടി അവരവിടെ കണ്ടു. It looked exactly like the mirror in their attic. It looked exactly, അത് തോന്നിപ്പിച്ചു. Looked എന്നാണ് തോന്നിച്ചു അല്ലേ. Exactly like the mirror in their attic. It looked exactly like the mirror in their attic. അവർ തട്ടിൻപുറത്ത് കണ്ട ആ മിററിൻ്റെ അതേപോലെ ആയിരുന്നു, അതേപോലെ തോന്നിച്ചു അവരവിടെ കണ്ട മിറർ അല്ലേ. ഇനി നോക്കൂ. Step into the mirror and you will be home. ഈ മിററിലേക്ക് നിങ്ങൾ പഴയ പോലെ കാലെടുത്ത് വെച്ചോളൂ അല്ലേ, സ്റ്റെപ്പ് ചെയ്തോളൂ, നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടിലെത്തുമെന്ന് ആ മനുഷ്യൻ അവരോട്, പിഗാസസ് അവരോട് പറഞ്ഞു. സെറ്റ് പിഗാസസ്. ആരാ പറഞ്ഞത്? പിഗാസസ് ആണ് പറഞ്ഞത് അല്ലേ. ദി ചിൽഡ്രൻ താങ്ക്ഡ് പിഗാസസ്. അങ്ങനെ കുട്ടികൾ പിഗാസസ് എന്ന് പറയുന്ന വിങ്ഡ് ഹൗസ്, ചിറകുകളുള്ള കുതിരക്ക് നന്ദി പറഞ്ഞു. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദി മിറർ. അങ്ങനെ അവർ മിററിലേക്ക് സ്റ്റെപ്പ് ചെയ്തു. ആൻഡ് ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദി ആറ്റിക്. അവരെ സ്വയം ആ തട്ടിൻപുറത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവർ ആ തട്ടിൻപുറത്ത് വീണ്ടും അവരുടെ വീടിൻ്റെ തട്ടിൻപുറത്ത് തന്നെ അവർ എത്തിച്ചേർന്നു. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സെഡ്, "That was the most exciting adventure we have ever had." "Yes, really," Ammu said. They heard their mother calling them. They got down from the attic and walked into the kitchen. Just in time for dinner, they told their mother about their adventure, but she did not believe it. When they went to the bed, they dreamed of going through the mirror and having more exciting adventures. It was still raining. അങ്ങനെ അവർ ആറ്റിക്കിൽ, നമ്മൾ പറഞ്ഞു അവർ ആറ്റിക്കിൽ എത്തിച്ചേർന്നു അല്ലേ, ആ തട്ടിൻപുറത്ത് അവർ എത്തിച്ചേർന്നു. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു. അരുൺ അമ്മുവിനെ നോക്കി. ആൻഡ് സെറ്റ്, എന്നിട്ട് പറഞ്ഞത്, "That was the most exciting adventure we have ever had." അരുൺ അമ്മുവിനെ നോക്കി പറഞ്ഞത് എന്താണ്? ദാറ്റ് വാസ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ. ഇതാണ് നമ്മൾ നടത്തിയ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ, ഏറ്റവും ആശ്ചര്യഭരിതമായ സാഹസികത അല്ലേ. വി ഹാവ് എവർ ഹാഡ്, ഇന്നോളം നമുക്ക് കിട്ടിയ ഏറ്റവും ആവേശഭരിതമായ ആശ്ചര്യജനകമായ സാഹസിക യാത്ര, സാഹസിക അനുഭവമായിരുന്നു ഇത് എന്ന് അമ്മു പറയാണ് കേട്ടോ. യെസ്, അരുൺ പറയാണ്. യെസ് റിയലി, അമ്മു സെറ്റ്, അതെ ശരിക്കും എന്ന് അമ്മു അപ്പം മറുപടി പറഞ്ഞു. They heard their mother calling them.
ദേ ഹിയർഡ് അവർ കേട്ടു. എന്താ കേട്ടത്? ദെയർ മദർ കോളിംഗ് ദം, അമ്മ അവരെ വിളിക്കുന്നതായിട്ട് അവർ കേട്ടു. ദേ ഗോ ഡൗൺ ഫ്രം ദി ആറ്റിക്, അങ്ങനെ അവർ ആറ്റിക്കിൽ നിന്ന് തട്ടിൻപുറത്ത് നിന്ന് അവർ താഴേക്ക് ഇറങ്ങി വരികയാണ് അല്ലേ. ദേ ഗോട്ട് ഡൗൺ, അവരിറങ്ങി വന്നു. ഫ്രം ദി ആറ്റിക്, തട്ടിൻപുറത്ത് നിന്ന്. ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദി കിച്ചൺ, അങ്ങനെ അവർ അടുക്കളയിലേക്ക് നടന്നു. ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ അല്ലേ. എന്തിനാണ്? അവരുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്, ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ അല്ലേ. അപ്പോൾ ഊണ് സമയമായി അവരുടെ അമ്മ വിളിച്ചു. അങ്ങനെ അവർ താഴേക്ക് ആറ്റിക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ദേ ടോൾഡ് ദെയർ മദർ, അവരവരുടെ അമ്മയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എബൌട്ട് ദെയർ അഡ്വഞ്ചർ, അവർക്കുണ്ടായ ഈ സാഹസിക അനുഭവത്തെക്കുറിച്ച് അല്ലേ അവരവരുടെ അമ്മയോട് പറഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്, പക്ഷെ അമ്മ അത് വിശ്വസിച്ചില്ല. ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നർത്ഥം കേട്ടോ. ഡിഡ് നോട്ട് ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ല. ഇറ്റ് അല്ലേ, ഇത് വിശ്വസിച്ചില്ല. വെൻ ദേ വെൻറ്റ് ടു ബെഡ്, അങ്ങനെ അവർ കിടക്കയിലേക്ക് പോയപ്പോൾ, അതായത് ഉറങ്ങാൻ പോയപ്പോൾ എന്ത് ചെയ്തു? ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദി മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. അങ്ങനെ അവർ കിടക്കാൻ പോയപ്പോൾ ദേ ഡ്രീംഡ് ഓഫ്, അവർ സ്വപ്നം കാണുന്നില്ലേ, ഗോയിങ് ത്രൂ ദി മിറർ, ആ കണ്ണാടിയിലൂടെ വീണ്ടും വീണ്ടും പോകുന്നതായിട്ട്. ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്, ഇനിയും ആവേശഭരിതമായ ആശ്ചര്യകരമായ ഒരുപാട് സാഹസികത നിറഞ്ഞ അനുഭവങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? അവർ കിടന്നു. നമുക്ക് ഈ ഭാഗത്തിൽ ചില ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം. ഇതോടുകൂടി ഈ കഥ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഫൗണ്ട് അല്ലേ. ഫൗണ്ട് നമ്മൾ നേരത്തെ പഠിച്ചതായിരിക്കും. കണ്ടെത്തി എന്നാണ് അർത്ഥം. എന്താണ്? ഇൻ ടു ദി ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. ഇതിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ബട്ടർഫ്ലൈസ് അറിയാം, പൂമ്പാറ്റകളാണ് അല്ലേ. വേർ ഫ്ലിറ്റിംഗ്, അവയായിരുന്നു അല്ലേ. ആയിരുന്നു എന്നാണ് വേറെ. ഫ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ് അർത്ഥം. പാറി പറന്ന് കളിക്കുക, തത്തിക്കളിക്കുക എന്നാണ് അർത്ഥം. ദി ഫീൽഡ്സ് വേർ ലിറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് കേട്ടോ, കത്തുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. സിൽവർ എന്ന് പറഞ്ഞാൽ വെള്ളിയാണ് കേട്ടോ. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ, വിങ്സ് ചിറകുകളാണ്. ഇനി എന്താണ്? എക്സ്ക്ലെയിംഡ് അല്ലേ, അത്ഭുതപ്പെട്ടു എന്നാണ് അർത്ഥം. ഇനി ഇവിടെ പിഗാസസ് റൈസഡ് ഇറ്റ്സ് ഹെഡ് അല്ലേ. പിഗാസസ് അതിൻ്റെ തല ഉയർത്തി എന്നാണ് കേട്ടോ. റൈസഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. ഹൂ ആർ യു, നിങ്ങൾ ആരാണ് അല്ലേ. അരുൺ ആൻസേർഡ് ശൈലി എന്നത് നാണത്തോടെ. അരുൺ അപ്പോൾ ആ ചോദ്യത്തിന് എന്താണ്? നാണത്തോടുകൂടി, ലജ്ജയോടുകൂടി മറുപടി പറയാണ്. ശൈലി എന്ന് പറഞ്ഞാൽ ലജ്ജയോടെ. പിഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി എന്നാണെന്ന് വായിക്കുക കേട്ടോ. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ അല്ലേ, നിഗൂഢമായി എന്നൊക്കെ പറയും. എൻ്റെ വേറൊരർത്ഥാണ് നിഗൂഢമായി. ഇവിടെ കൗതുകമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് എക്സൈറ്റിംഗ് അല്ലേ, ആശ്ചര്യജനകമായ, ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് കേട്ടോ. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് അർത്ഥം കേട്ടോ. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ കയറുക. ദേ സ്ക്രാമ്പിൾഡ് അല്ലേ, പറ്റിപ്പിടിച്ച് കയറുന്നതിനാണ് സ്ക്രാമ്പിൾഡ് എന്ന് പറയുക, പറ്റിപ്പിടിച്ച് കയറുക. ദെൻ സോഡ് അല്ലേ, സോഡ് എന്ന് അത് വായിക്കുക കേട്ടോ. സോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറന്നുയർന്നു എന്നാണ് അർത്ഥം. ഇനി കോട്ടേജ് എന്ന് പറഞ്ഞാൽ കുടിൽ എന്നാണ് അർത്ഥം. ഇനി ബ്ലൂ റോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്ത്രമാണ് കേട്ടോ. അങ്കി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള മലയാളം. അങ്കി എന്ന് പറയില്ലേ, അതായത് റോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം. ഓക്കെ. ആൻഡ് ഫോളോ എന്ന് പറഞ്ഞാൽ പിന്തുടരുക അല്ലേ. ഇനി എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അഡ്വഞ്ചർ, ഇനി ഇവിടെ നോക്കാം. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ സാഹസികതക്കാണ് അഡ്വഞ്ചർ എന്ന് പറയാം. സാഹസികത. റിയലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി എന്നാണ് കേട്ടോ. ശരിക്കും എന്ന് പറയില്ല നമ്മൾ, ശരിക്കും എന്ന് പറയുന്ന പോലെ, അതായത് റിയലി യഥാർത്ഥമായി എന്നാണ് അർത്ഥം. ഗോഡ് ഡൗൺ അല്ലേ, ഇറങ്ങി വരിക എന്നാണ് ഗോഡ് ഡൗൺ കേട്ടോ. ഡിന്നർ എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കുക അല്ലേ. സദ്യക്കാണ് ഡിന്നർ എന്ന് പറയാം, ഊണ്. ഇനി ദേ ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ബിലീവ് എന്നാണ് ഇത് വായിക്കുക. ബിലീവ്, വിശ്വസിക്കുക.